നമസ്കാരം. സൗദി അറേബ്യയുടെ ഭാഗത്ത് നിന്ന് ഒരു വലിയ നീക്കമുണ്ടായിരിക്കുന്നു. ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ സംഘർഷവുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യ ഇറാനെതിരെ തിരിയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പടിഞ്ഞാറൻ സൗദിയിലെ കിങ് ഫഹദ് എയർബേസ്, ത്വായിഫിലെ എയർബേസ്, അത് അമേരിക്കക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി സൗദി അറേബ്യ വിട്ടു നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. എല്ലാവരും ഈദ് ആഘോഷങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ സൗദി അറേബ്യ ഒരു സൈനിക നീക്കത്തെക്കുറിച്ച് ആലോചിക്കുകയായി. ഈ ആലോചനയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഇവിടെ സൗദി അറേബ്യക്ക് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്. വേണമെങ്കിൽ പ്രത്യാക്രമണം നടത്താനും അവർക്ക് അവകാശമുണ്ട്. കാരണം അവർക്കെതിരെ ഇറാന്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഇറാൻ പറയുന്നത് അമേരിക്കക്ക് താവളം ഒരുക്കി കൊടുത്തു. പലപ്പോഴും ഇറാനെതിരായിട്ടുള്ള നീക്കത്തിന് സൗദിയുടെ മണ്ണ് അമേരിക്ക ഉപയോഗിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ സൗദിക്കെതിരെ തിരിയുന്നത് അല്ലെങ്കിൽ തിരിഞ്ഞത് എന്നാണ് ഇറാൻ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇറാന്റെ ഭാഗത്തും ന്യായമുണ്ട്. പക്ഷെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഈ മുങ്ങാൻ പോകുന്ന കപ്പലിൽ എന്തിനാണ് അള്ളിപ്പിടിച്ച് കയറാൻ നോക്കുന്നത് സൽമാൻ രാജാവേ എന്നതാണ് ആ ചോദ്യം. സൗദിയോടാണ് ആ ചോദ്യം. അമേരിക്ക എന്ന് പറയുന്ന കപ്പൽ, ഇസ്രായേൽ എന്ന് പറയുന്ന കപ്പൽ, അത് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ട്രംപ് തന്നെ സമ്മതിച്ച ഈ ഒരു സാഹചര്യത്തിൽ, ഈ വൈകിയ വേളയിൽ എന്തിനാണ് ആ കപ്പലിൽ കയറി വെറുതെ ആപത്ത് വിളിച്ചു വരുത്തുന്നത്? ഈ ചോദ്യവും ന്യായമാണ്. കാരണം ഇപ്പോഴത്തെ ഒരവസ്ഥ അതാണ്. ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ വ്യോമതാവളം സൗദി അറേബ്യ വിട്ടുകൊടുത്താൽ ഹൂത്തികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവർക്ക് മുമ്പിൽ നേരത്തെ സൗദി അറേബ്യ മുട്ടുമടക്കിയതാണ്. അമേരിക്കയെ കൂട്ടുപിടിച്ച് ഹൂത്തികളെ ഒതുക്കാൻ സൗദി ഒരു ശ്രമം നടത്തി. അതും പരാജയപ്പെട്ടതാണ്. ഭാവിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൗദിക്ക് ഉണ്ടാകും സൗദി ഇത്തരം ഒരു നീക്കം നടത്തിയാൽ. അതുകൊണ്ട് എന്തിനാണ് ആ പണിക്ക് നിൽക്കുന്നത്? അതിനേക്കാൾ നല്ലത് അമേരിക്കയോട് ഗുഡ് ബൈ പറയുന്നതല്ലേ എന്നൊരു ചോദ്യമാണ് ഉയർന്നു വരുന്നത്. എന്തായാലും സൗദി അറേബ്യ ഇപ്പോൾ കാണിച്ചത് വലിയ ഒരു വിവരമില്ലായ്മ തന്നെയാണ്. വിനാശകാലെ വിപരീത ബുദ്ധി എന്നൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ സൗദിയുടെ പ്രവൃത്തി കാണുമ്പോൾ, അവരുടെ നീക്കം കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ആ ഒരു വാക്ക് തന്നെയാണ്. ഇവിടെ ഇറാന്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായി അമേരിക്കൻ ബേസുകൾക്ക് നേരെയും അതുപോലെ തന്നെ ഇസ്രായേലിന് നേരെയും ഒക്കെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അമേരിക്കൻ ബേസുകൾ ലക്ഷ്യം വെച്ചാണ് ഗൾഫ് മേഖലകളിൽ അവർ ആക്രമണം നടത്തിയിരുന്നത്. പിന്നെ അത് മറ്റു ചില മേഖലകളിലേക്ക് കൂടെ വ്യാപിക്കാൻ തുടങ്ങി. എന്തായാലും ഇവിടെ സിവിലിയന്മാർ താമസിക്കുന്ന മേഖലകളിലേക്ക് ആക്രമണം നടത്തിയത് ഞങ്ങളല്ല, അരാംകോ ഓയിൽ റിഫൈനറിക്ക് നേരെ ആക്രമണം നടത്തിയത് ഞങ്ങളല്ല എന്നൊക്കെ ഇവിടെ ഇറാനും പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ട്രംപ് പറയുന്നത് ഇറാനുമായിട്ടുള്ള സൈനിക നീക്കങ്ങളൊക്കെ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് അടച്ചതിന്റെ ഭാഗമായി അമേരിക്കക്ക് ഒരു നഷ്ടവുമില്ല. നഷ്ടമുള്ള രാജ്യങ്ങൾ വേണമെങ്കിൽ വന്ന് തുറക്കട്ടെ ഹോർമൂസ് കടലിടുക്ക്, അവരിടപെടട്ടെ, ഞങ്ങൾ ഇനിയും ഈ വിഷയത്തിലൊന്നും ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന ഒരു നിലപാടിലാണ് ഇപ്പോൾ ട്രംപ് എത്തി നിൽക്കുന്നത്. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഹോർമൂസ് കടലിടുക്ക് ഒന്നുമല്ല ട്രംപിന്റെ പ്രശ്നം. ഒരു കരയുദ്ധത്തെ കുറിച്ചൊക്കെ ട്രംപ് ചിന്തിച്ചിരുന്നതാണ്. പക്ഷെ ഇറാന്റെ പക്കലുള്ള ആയുധങ്ങളുടെ പ്രഹരശേഷി അത് ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൂടി വരുന്നത് കണ്ടപ്പോൾ അതിന്റെ പരിധിയൊക്കെ ഇവർ കണക്ക് കൂട്ടിയതിനേക്കാൾ അപ്പുറത്താണ് എന്നിവർക്ക് മനസ്സിലായി തുടങ്ങിയപ്പോഴാണ് ട്രംപിനൊരു മനംമാറ്റം ഉണ്ടായത്. ട്രംപിന് മാത്രമല്ല, ഒരിക്കലും ട്രംപ് പറഞ്ഞാൽ പോലും ചില സമയങ്ങളിലൊന്നും കേൾക്കാത്ത, വഴങ്ങാത്ത ഇസ്രായേലിന് പോലും ആ മനംമാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരുവിധമുള്ള ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. മുങ്ങാൻ പോകുന്ന കപ്പലിൽ കയറാനില്ല എന്ന് അമേരിക്കയുടെ കൂടെ കിടന്നിരുന്ന നാറ്റോ ടീം അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് കഴിയില്ല, ഞങ്ങൾ എന്തായാലും ഇനി ഈ പരിപാടിക്കൊന്നുമില്ല, നിങ്ങളല്ലേ ലോക പോലീസ്, നിങ്ങൾ പടവിട്ടു, നിങ്ങൾ തന്നെ പട നയിക്കൂ, ഞങ്ങളതൊക്കെ നോക്കിക്കണ്ടൊന്ന് ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞാണ് അവർ മാറി നിന്നത്. ഇപ്പോൾ സ്വിറ്റ്സർലൻഡ് അവരും പറഞ്ഞു, നിങ്ങളുമായി കൂട്ടുകൂടാൻ പോലും ഞങ്ങളില്ല, ഇനി ആയുധമില്ല, നിങ്ങൾക്ക് ആയുധം കയറ്റി അയക്കില്ല എന്ന് സ്വിറ്റ്സർലൻഡും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇവിടെ കൂടെ കിടന്ന ആളുകളും കൂടുതൽ അടുപ്പം സ്ഥാപിച്ചിരുന്ന ആളുകളും ഒക്കെ പുറകോട്ട് പോയി മുങ്ങാൻ പോകുന്ന കപ്പലിൽ കയറാനില്ല എന്ന് പറഞ്ഞു. ഈ ഒരു സമയത്താണ് സൗദി അറേബ്യ ആവശ്യമില്ലാത്ത ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. സൗദി ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ച ഘടകം, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർക്കും
പ്രതിരോധിക്കാനും പ്രത്യാക്രമണം നടത്താനും ഒക്കെയുള്ള അവകാശമുണ്ട്. പക്ഷേ അവരെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതേ അവർ ചെയ്യാൻ പാടുള്ളൂ. അമേരിക്കയെ കണ്ട് ഇത്തരമൊരു ആപത്തിലേക്ക് അവർ എടുത്തു ചാടരുതായിരുന്നു. കുറച്ചുകൂടെ ഒന്ന് ചിന്തിക്കണമായിരുന്നു. എന്തായാലും ഇനി അനുഭവിക്കുകയല്ലാതെ മറ്റു വഴികളൊന്നുമില്ല. അതിൽ കൂടുതലൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാനുമില്ല.